നാട്ടിലുള്ള എല്ലാവരും അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ആ പട്ടണം ഉപേക്ഷിച്ച് പോകുകയാണ്. അങ്ങനെ ഈ ഫാമിലിയും കാറിൽ കയറി നാടുവിടുകയാണ്. വഴിയിൽ ഇടയ്ക്ക് വെച്ച് പട്ടാളക്കാർ റോഡ് ബ്ലോക്ക് ചെയ്ത് എല്ലാവരെയും തിരികെ അയച്ചു. വീടുകളിൽ കയറി എല്ലാവരും സുരക്ഷിതരായി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് 2 യുദ്ധവിമാനങ്ങൾ ആകാശത്തുകൂടി പറന്നുപോയി. ബോംബുകൾ അവ വർഷിച്ചു. അവരുടെ വീടുകളെല്ലാം ബോംബാക്രമണത്തിൽ നശിച്ചു. അടുത്തതായിട്ട് യുദ്ധവിമാനം ലക്ഷ്യം വെച്ചത് ഈ ജനക്കൂട്ടത്തെയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജനക്കൂട്ടം ചിതറി ഓടാനായിട്ട് തുടങ്ങി. ആ ജനക്കൂട്ടത്തിലെ ലിസ എന്ന പെണ്ണ് കുന്നിൻ ചെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട സ്കൂൾ കണ്ടിട്ട് അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉള്ളതായിട്ട് അവളുടെ ഫാമിലിയോട് പറഞ്ഞു. അങ്ങനെ അവളും ഫാമിലിയും ആ സ്കൂൾ ലക്ഷ്യം വെച്ച് കുന്നിലൂടെ ഓടാനായിട്ട് തുടങ്ങി. അതേസമയം ജനക്കൂട്ടത്തിനു നേരെ അവർ ബോംബ് ആക്രമണം തൊടുത്തുവിട്ടു. ലിസയും ഫാമിലിയും കഷ്ടിച്ചു രക്ഷപ്പെട്ടു. അവർ അങ്ങനെ ആ ചെറിയ സ്കൂളിൻ്റെ അവിടെ എത്തി. അവർ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടർ കണ്ടെത്തി. അതിനുള്ളിൽ കയറിയതും യുദ്ധവിമാനം അതിനു മുകളിൽ ബോംബ് വർഷിച്ചു. ആ ഷെൽട്ടറിനുള്ളിൽ ധാരാളം സാധനങ്ങൾ സംഭരിച്ചിരുന്നു. അങ്ങനെ കുറെ കാലം ഈ ഭൂഗർഭ ഷെൽട്ടറിൽ ഇവർ താമസിച്ചു. ഒരു ദിവസം ഈ പെൺകുട്ടി അവളുടെ പേരൻസ് കാണാതെ ഷെൽട്ടറിന് മുകളിലേക്ക് കയറി. പക്ഷേ അതിൻ്റെ ഡോറ് അവളുടെ അച്ഛൻ ഒരു ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ചതിനാൽ അവൾക്കത് ഓപ്പൺ ആക്കാനായിട്ട് സാധിച്ചില്ല. അവൾക്ക് പുറം കാഴ്ചകൾ കാണാനായിട്ട് അവളുടെ അമ്മ ഒരു ബൈനോക്കുലർ കൊടുത്തു. അതുപയോഗിച്ച് നോക്കിയപ്പോൾ എല്ലായിടവും തരിശുഭൂമിയായിരിക്കുന്നു.